ഒന്ന് വെയിറ്റ് ചെയ്തേ. ഈ കുഞ്ഞു പിള്ളേരെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ പണ്ട് തൊട്ടേ നിലനിന്ന് വരുന്ന ഒരു കൾച്ചറാണ്. പിള്ളേർ നമ്മളുടെ വീട്ടിൽ വരുവാണെങ്കിലും നമ്മൾ പിള്ളേരെ അങ്ങോട്ട് കാണാൻ പോയാലും ഒരു ലോഡ് ചോക്ലേറ്റും ഐസ്ക്രീംസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ആചാരം. ഇത് ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളെ കാണാൻ പോയതാട്ടോ. ഇതൊരിക്കലും ഒരു റീൽ ആക്കണമെന്നോ ബ്ലോഗ് ആക്കണമെന്നോ ഞാൻ വിചാരിച്ചതല്ല. അൻറ്റിൽ ദിസ് ഹാപ്പൻ. കുഞ്ഞു മോളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്റെ ആവശ്യം പറഞ്ഞപ്പം അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് ഒരു വലിയ ഫാമിലി പാക്ക് ചോക്ലേറ്റ് ബോക്സ് ആട്ടോ. ഞാൻ ഒരിക്കലും അത് വാങ്ങി കുട്ടിക്ക് കൊടുക്കില്ല. അപ്പോഴാണ് ഞാൻ ഇതൊരു ഹെൽത്ത് അവയർനെസ് റീൽ ആക്കിയാലോ എന്ന് ആലോചിച്ചത്. ഈ വീഡിയോ കാണുന്ന കുറച്ചു പേർക്കെങ്കിലും ഇതൊരു ഉപകാരം ആയിക്കോട്ടെ. കണ്ടോ, കുട്ടികളെന്ന് പറയുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഫസ്റ്റ് ചോക്ലേറ്റും ഹൈ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഐസ്ക്രീമും ബിസ്ക്കറ്റ്സും ഒക്കെയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഡിമാർട്ടിൽ പർച്ചേസിംഗിന് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാട്ടോ. ഒരു ഫാമിലി, അച്ഛനും അമ്മയും ഒരു 5 to 10 ഇയേഴ്സിന് ഇടയിലുള്ള 2 പിള്ളേർ. അവരുടെ പർച്ചേസിംഗ് ട്രോളിയിലിരിക്കുന്ന സാധനങ്ങൾ കാണണം. 2 ലിറ്ററിന്റെ 7up, ഫാൻഡ, മാസ, പിന്നെ ഓറിയോ പോലുള്ള ഫാമിലി പാക്ക് ബിസ്ക്കറ്റ്സ് കണ്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. 2026 ജീവിച്ചിട്ട് ഇതൊക്കെ കുട്ടികളുടെ ഹെൽത്തിന് നല്ലതല്ല എന്ന് അറിയാഞ്ഞിട്ടല്ല, കുട്ടികളോട് അവർക്ക് ജെനുവിൻലി സ്നേഹം ഇല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. ഹെൽത്തിയും ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പീസിന്റെ സ്നാക്സ് ഒന്നും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വയ്യ. ഇത്രയും ഷുഗർ കണ്ടന്റും പ്രിസർവേറ്റീവ്സ് ഓർ അഡിറ്റീവ്സ് ഒക്കെ ചേർന്നിട്ടുള്ള അൺഹെൽത്തി ഫുഡ്സ് ആണ് ഡെയിലി കുട്ടികൾക്ക് പേരൻസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കുട്ടികളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ ഇതിലൂടെ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഷുഗർ കൊടുക്കരുതെന്നല്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കാം. പക്ഷെ ഹൈ എമൗണ്ട് ഡെയിലി കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി അത് ബാധിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി, മൂഡ് സ്വിങ്സ്, പിന്നെ കോൺസെൻട്രേഷൻ കുറയുന്നത് പോലുള്ള പ്രോബ്ലംസ് അവരിൽ കാണാൻ തുടങ്ങും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഒബിസിറ്റിയും മാത്രമല്ലാതെ ഇതൊക്കെ ബ്രെയിനിന് വരെ പ്രശ്നം വരുത്തുമെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ പിള്ളേർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കളേഴ്സും ഡ്രോയിങ് ബുക്കും അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയത് കുറച്ച് ഓയിൽ പേസ്റ്റൽസും പിന്നെ ഭിത്തിയിൽ വരച്ച് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോയിങ് ബുക്കും പിന്നെ ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സും പിന്നെ സോഫ്റ്റ് ടോയും പിന്നെ ഫാൻസി ഹെയർ ക്ലിപ്സും ഇയർ സ്റ്റഡ്സും ഒക്കെ ആട്ടോ. പിള്ളേരെ ഹാപ്പി ആക്കാനും അവരെ നമ്മുടെ ട്രാപ്പിലാക്കാനും ഏറ്റവും ബെസ്റ്റ് ഈ ചോക്ലേറ്റ്സും ഐസ്ക്രീം ആണെങ്കിൽ പോലും കുഞ്ഞുമണിക്ക് എന്നോടുള്ള സ്നേഹം കുറച്ച് കുറഞ്ഞാലും വേണ്ടിയല്ല, അവള് ഹെൽത്തി ആയിട്ട് വളരട്ടെ. അപ്പൊ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് റീലിൽ കാണാം. എനിക്ക് വേണം അത്. ഇതെടുക്കട്ടെ. ഒന്നുകൂടെ